ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ച് കോടികളുടെ തട്ടിപ്പ്. അഭിഭാഷകരും പോലീസ് ഉദ്യോഗസ്ഥരും സർക്കാർ ഡോക്ടർമാരും ഉൾപ്പെടുന്ന വൻ സംഘമാണ് തട്ടിപ്പിന് പിന്നിൽ. കോടതിയെ തെറ്റിദ്ധരിപ്പിച്ച് നേടുന്ന ഉത്തരവിന്റെ മറവിൽ പോലീസ് ഒത്താശയിലാണ് തട്ടിപ്പ്. 9 പോലീസ് ഉദ്യോഗസ്ഥരും 3 സർക്കാർ ഡോക്ടർമാരും ഒരു അഭിഭാഷകനും ഉൾപ്പെടെ 66 പ്രതികളാണ് കേസിൽ. ന്യൂസ് 18 ഇൻവെസ്റ്റിഗേഷൻ. എന്റെ കണക്കൂട്ടൽ ഇവിടെ 2000-ഓളം കേസ് തിരുവനന്തപുരം ജില്ലയിൽ തന്നെ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. 2000-ഓളം കേസ് ഈ ജില്ലയിൽ വൻതോതിൽ തട്ടിപ്പ് നടത്തിയിരിക്കുന്നു. അതിൽ ബഹുഭൂരിപക്ഷം കേസ് സെറ്റിൽ ചെയ്ത് പൈസ കൊടുത്തിരിക്കുന്നു. അങ്ങനെ ഒരു വലിയ തട്ടിപ്പ് വരുമ്പോൾ അത് 50 കോടിയോ അതിന്റെ മുകളിലേക്ക് എത്തുമെന്നാണ് എന്റെ എളിയ ഒരു കാൽക്കുലേഷൻ. വിശദാംശങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന് BV അരുൺ ചേരുന്നുണ്ട്. അരുൺ, ഇവിടെ ഏകദേശം 1000-കണക്കിന് തട്ടിപ്പുകൾ, അതായത് ഇൻഷുറൻസ് തട്ടിപ്പുകൾ ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ നടത്തിയിട്ടുണ്ടെന്ന് ഉള്ള ആരോപണമാണ് പുറത്തു വരുന്നത്. എന്താണ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അന്വേഷിച്ചപ്പോൾ, പരിശോധിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്? ഏറ്റവും ഒരു അപകടം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായും അതിന് ഇൻഷുറൻസ് പരിരക്ഷയുള്ള വാഹനമാണെങ്കിൽ, ഇൻഷുറൻസ് പരിരക്ഷയുള്ള വ്യക്തിയാണെങ്കിൽ അതിന് ക്ലെയിം സ്വാഭാവികമാണ്. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് അങ്ങനെയല്ല. അത്തരത്തിൽ ഇൻഷുറൻസ് പരിരക്ഷയുള്ള ആളുകൾക്ക് അപകടം എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു വാഹനം ഓടിച്ചുപോയി അത് മറിഞ്ഞു വീണോ അല്ലെങ്കിൽ എവിടെയെങ്കിലും തട്ടിയൊക്കെ വീണ അപകടം പറ്റിയാൽ അതൊരു റോഡ് ആക്സിഡന്റ് കണക്കാക്കില്ല. അത് റാഷ് ആൻഡ് നെഗ്ലിജന്റ് ഡ്രൈവിന്റെ കണക്കിലാണ് പെടുത്തുക. അങ്ങനെയുള്ള അപകടങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ലഭിക്കില്ല. ആ ഒരു പഴുത് മറികടക്കാനാണ്, മറികടക്കാൻ വേണ്ടിയാണ് ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിക്കുന്നതിന്റെ ഭാഗമായി ഇല്ലാത്ത അപകടങ്ങൾ ഉണ്ടാക്കും. അതായത് ഒരാൾ വാഹനം ഓടിച്ചു പോകുമ്പോൾ സ്വയമേവ മറിഞ്ഞു വീണ് അപകടം ഉണ്ടായാൽ പോലും അത് മറ്റൊരു വാഹനം ഇടിച്ചിട്ടതാണ് എന്ന തരത്തിലേക്ക് കേസ് മാറ്റും. അതിനായി തെളിവുകൾ വ്യാജമായി സൃഷ്ടിക്കപ്പെടും. വൂണ്ട് സർട്ടിഫിക്കറ്റ് ഉണ്ടാകും, ഇവരുടെ സ്റ്റേറ്റ്മെന്റ് സർട്ടിഫിക്കറ്റ് ഉണ്ടാക്കും. അതുപോലെ തന്നെ FIR-കൾ, സാധാരണഗതിയിൽ പോലീസാണ് FIR രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇവിടെ പോലീസ് FIR രജിസ്റ്റർ ചെയ്തില്ലെങ്കിൽ പോലും മാസങ്ങൾക്ക് ശേഷം അത് കോടതികളിൽ പോയി CMD ഫയൽ ചെയ്യും, പൊതുതാൽപര്യ ഹർജി ഫയൽ ചെയ്ത് അതിന്റെ അടിസ്ഥാനത്തിൽ കോടതികൾ അന്വേഷിച്ച് FIR ഇടാൻ നിർദ്ദേശം നൽകും. അപ്പോൾ എല്ലാം അവിടെ തയ്യാറായിരിക്കും. ഈ പരാതി പോകുന്ന ആളുകൾക്ക് അനുകൂലമായി പോലീസ് FIR ചാർജ് ചെയ്യും. അവിടെ വ്യാജ അപകടം സൃഷ്ടിക്കപ്പെടും, വ്യാജ FIR-കൾ തയ്യാറാക്കും, മഹസസാക്ഷികൾ വരും. അതുപോലെ തന്നെ ഈ അപകടം നടന്നുവെന്ന മൊഴികളും കണ്ട ആളുകളുടെ മൊഴിയും ഒക്കെ രേഖപ്പെടുത്തിക്കൊണ്ട് അത്തരത്തിൽ വ്യാപകമായ തട്ടിപ്പാണ്. സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർക്ക് ഇതിൽ പങ്കുണ്ട്, അവരുടെ സർട്ടിഫിക്കറ്റുകളാണ് ഇതിനായി ഉപയോഗിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട്. വ്യാപകമായ ക്രമക്കേട് തിരുവനന്തപുരം ജില്ലയിൽ ഇപ്പോൾ നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നെയ്യാറ്റിൻകര MSCT കോടതിയിൽ മാത്രം വന്ന ആ പരിധിയിൽ മാത്രം വന്ന കേസുകളാണ്. അതുതന്നെ കോടിക്കണക്കിന് രൂപയുടെ വരും. 60 പേരെ പ്രതികളാക്കിയാണ് ഇപ്പോൾ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിട്ടുള്ളത്. 3 ഇൻഷുറൻസ് കമ്പനികളാണ് പരാതിയുമായി പോയിട്ടുള്ളത്. പക്ഷെ നമ്മൾ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തതിന്റെ എത്രയോ ഇരട്ടിയാണ് ഈ ഒരു തട്ടിപ്പിന്റെ വ്യാപ്തി. അത് ഏതെങ്കിലും ഒരു ജില്ലയിലോ ഒരു പ്രദേശത്ത് ഒതുങ്ങി നിൽക്കുന്നതല്ല, സംസ്ഥാന വ്യാപകമായി തന്നെ തട്ടിപ്പുണ്ട്. ഇത്ര തട്ടിപ്പുകൾ നേരത്തെയും നടന്നിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊക്കെ കോടതിയുടെ ഇടപെടലൊക്കെ ഉണ്ടായി പല നടപടികൾ നിർദ്ദേശങ്ങളൊന്നും നടപ്പായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. ഇപ്പോഴും ഈ തട്ടിപ്പുകൾ അതേപടി തുടരുന്നു. വലിയ കോടിക്കണക്കിന് രൂപ തട്ടിപ്പുകൾ നടക്കുന്നു. നടക്കാത്ത അപകടങ്ങൾ, നടന്ന വാഹനത്തിൽ മറിഞ്ഞു വീണാൽ അത് വണ്ടി ഇടിച്ചതായി കണക്കാക്കിക്കൊണ്ടുള്ള കേസുകൾ, അങ്ങനെ നിരവധി തട്ടിപ്പുകൾ അതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് ഇന്ന് ന്യൂസ് 18 പുറത്തുവിട്ടത്. ഇതിൽ ഇനിയും ഒരു പിടി കാര്യങ്ങൾ പുറത്തു വരാനിരിക്കുന്നു. ഇതിന്റെ ഒരു സൂത്രധാരൻ, മുഖ്യ കണ്ണി എന്ന് പറയുന്നത് ഒരു അഭിഭാഷകനാണ്. അഭിഭാഷകനെ കേന്ദ്രീകരിച്ചാണ് തട്ടിപ്പൊക്കെ. അയാളുടെ ബന്ധുക്കളാണ് പലരും ഇതിൽ ചിലപ്പോൾ പരാതിക്കാരായി, ചിലപ്പോൾ ഈ അപകടം വണ്ടി ഓടിച്ച പ്രതികളായി ഒക്കെ വരുന്നത്. ഇയാളുടെ വാഹനമുണ്ട്, അയാളുടെ ബന്ധുക്കളുടെ വാഹനമുണ്ട്. മാറിയും മറിഞ്ഞും ഒരു കേസിൽ അഭിഭാഷകന്റെ വാഹനം ഇടിക്കുമ്പോൾ സ്വാഭാവികമായും അയാളുടെ വാഹനം ഇടിക്കുമ്പോൾ അയാൾ അതിൽ പ്രതിയാകേണ്ടതാണ്. പക്ഷേ അവിടെ മറ്റൊരാളെ പ്രതിയാക്കുകയും അയാൾ ഈ ഇടികൊണ്ട ആൾക്ക് വേണ്ടി എന്ന നിലയിൽ വാദിക്കാനായി ഹാജരാകുകയും ഒക്കെ ചെയ്യുന്നു. അങ്ങനെ വലിയ രീതിയിലുള്ള ക്രമക്കേട്, വ്യാപക തട്ടിപ്പാണ് ഇതുമായി ബന്ധപ്പെട്ട് നടക്കുന്നത്. ഇത് വലിയ തരത്തിലുള്ള അന്വേഷണം പ്രഖ്യാപിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. കോടതി ഗൗരവത്തോടുകൂടിയാണ് ഈ വിഷയം പരിഗണിക്കുന്നത്. ഇപ്പോൾ പ്രതികളായി ഇൻഷുറൻസ് കമ്പനി നോട്ടീസ് നൽകിയിട്ടുള്ള ആളുകൾക്കൊക്കെ ഇതിനകം കോടതി നോട്ടീസ് അയച്ചിട്ടുണ്ട്. തുടർവാദങ്ങൾ അടുത്ത ദിവസങ്ങളിൽ കോടതിയിൽ വരുന്നുമുണ്ട്. തീർച്ചയായും നിലവിലെ ഏത് ഏജൻസിയാണ് അരുൺ ഈ കേസ് അന്വേഷിക്കുന്നത്? ഇതിൽ നിലവിൽ 66 പ്രതികളുണ്ടെന്ന് പറയുന്നുണ്ട്. പ്രത്യേകിച്ചും ഇത്രയും വലിയൊരു തട്ടിപ്പ്, ഇല്ലാത്ത അപകടങ്ങളുടെ പേരിൽ
ഇൻഷുറൻസ് കമ്പനികളെ കബളിപ്പിച്ചാണ് തട്ടിപ്പ് നടക്കുന്നത്. ഈ കേസിൽ ഇത് ഏത് കാലയളവിൽ നടന്ന തട്ടിപ്പാണ്? ഇക്കാര്യങ്ങളിൽ ഒരു വ്യക്തതയുണ്ടോ? അരുൺ, ഇത് ഏത് കാലയളവിൽ നടന്ന തട്ടിപ്പാണെന്ന് ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? മാത്രമല്ല, ഈ 66 പ്രതികൾ മാത്രമാണോ നിലവിൽ ഈ അന്വേഷണ പരിധിയിലുള്ളത്? ഏത് ഏജൻസിയാണ് കേസ് അന്വേഷിക്കുന്നത്? 2016 മുതലുള്ള തട്ടിപ്പാണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത്. ഇതിൽ 3 ഇൻഷുറൻസ് കമ്പനികൾ പരാതി നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു MACT കോടതിയിലാണ് ഹർജി നൽകിയിരിക്കുന്നത്. ഇതിൽ പോലീസിന്റെ അന്വേഷണം ആരംഭിച്ചിട്ടില്ല. കോടതി അതിന് നിർദ്ദേശം വൈകാതെ നൽകുമെന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം. ഇപ്പോൾ കോടതിയിൽ വന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഇൻഷുറൻസ് കമ്പനി ഫയൽ ചെയ്ത ഹർജിയിലാണ് ഈ വിവരങ്ങൾ, അതായത് തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് കാട്ടാക്കട സ്വദേശിയായ ഒരു യുവാവ് 2016 ഒരു അപകടത്തിൽപ്പെടുന്നു. വണ്ടി ഓടിച്ചു പോകുമ്പോൾ മറിഞ്ഞു വീണ് ഗുരുതരമായ പരിക്കേൽക്കുന്നു. അയാളെ തൊട്ടടുത്തുള്ള ഒരു ആശുപത്രിയിൽ കൊണ്ടുപോകുന്നു. അവിടെ ഈ വാഹനം മറിഞ്ഞു വീണ് അപകടമെന്ന് രേഖപ്പെടുന്നു. പിന്നീട് ആണ് കഥകൾ മാറുന്നത്. അയാളെ ഗുരുതരമായ പരിക്ക് യുവാവിന് ഏറ്റു എന്നത് വസ്തുതയാണ്. അദ്ദേഹത്തെ പിന്നീട് വിദഗ്ധ പരിശോധനകൾക്കായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റുന്നു. അവിടെ മുതൽ കാര്യങ്ങൾ മാറുകയാണ്. ഈ മറിഞ്ഞു വീണ അപകടം മറ്റൊരു വാഹനം വന്ന് ഇടിച്ചു എന്ന വിധത്തിൽ ഒരു സ്കൂട്ടർ നമ്പർ അടക്കം ഇയാൾ നടന്നു പോകുമ്പോൾ സംഭവിച്ചത്. ഇയാൾ ബൈക്ക് ഓടിച്ചു പോകുമ്പോൾ മറിഞ്ഞു വീഴുകയായിരുന്നു. പക്ഷേ പിന്നീട് ഈ കേസ് FIR ഇടുമ്പോൾ അത് നടന്നു പോകുമ്പോൾ നെയ്യാറ്റിൻകരയിൽ വെച്ച് കട്ടാക്കട നടന്ന സംഭവമാണ്. പക്ഷേ ഇത് നേരെ നെയ്യാറ്റിൻകരയിലേക്ക് ലൊക്കേഷൻ മാറുന്നു. നെയ്യാറ്റിൻകരയിലൂടെ നടന്നു പോകുമ്പോൾ ഒരു ബൈക്ക് ഇടിച്ചിടുന്നു എന്നതിന്റെ അപകടം മാറുന്നു. അതിനെ തുടർന്ന് നടത്തിയ അന്വേഷണമാണ് ഇത്തരം ഒരു തട്ടിപ്പിന്റെ ശൃംഖലയിലേക്ക് അന്വേഷണം കൊണ്ടുവരുത്തിച്ചതും വിവരങ്ങളൊക്കെ ഇപ്പോൾ പുറത്തു. അരുണിലേക്ക് വരാം.